കളികാവ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ 2.5 വയസ്സുകാരിയെ കട്ടിലിൽ അടിച്ചു കൊന്നു. സ്വന്തം പിതാവാണ് അത് ചെയ്തത്. ഈ സംഭവം കുട്ടിയെ തൊണ്ടയിൽ എന്തോ ഭക്ഷണ പദാർത്ഥം കുരുങ്ങി ശ്വാസം മുട്ടി എന്ന് പറഞ്ഞ് ആശുപത്രിയിലാക്കിയപ്പോൾ കുട്ടിയിൽ മരിച്ചിരിക്കുന്നു. മരിച്ച ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് കൃത്യമായി പോലീസ് റിപ്പോർട്ട് ചെയ്തു. കളികാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിക്ക് മാരകമായ പരിക്ക് ദേഹത്തുണ്ട്. കരിവാളിച്ച ദേഹത്ത് പല സ്ഥലത്തും കരിവാളിച്ച് കിടക്കുന്നു. അത് തന്നെയല്ല, അവിടെ ഇവിടെ പഴക്കമേറിയ പരിക്കുകളും. ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്തു. കുട്ടിയുടെ തലയെ പൊട്ടിയിട്ടുണ്ട്. തലയിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു, തലയ്ക്കുള്ളിലും. അതുപോലെ വാരിയെല്ലുകൾക്ക് ക്ഷതമുണ്ട്, വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ ഫാത്തിമ, വല്യമ്മ റംലത്ത്, അവർ പറയുന്നത് ആ ഫൈസ് എന്ന് പറഞ്ഞ ഭർത്താവ് കുട്ടിയെ കട്ടിലിൽ വലിച്ചടിച്ചു. കുട്ടി അങ്ങനെ കൊല്ലപ്പെട്ടു. അതിദാരുണമായ ഒരു മരണമാണ് 2.5 വയസ്സുകാരി കുഞ്ഞു കൊച്ചിൻ്റെ. റംലത്തുവിൻ്റെ വിലാപം നമ്മൾ കേൾക്കാം. ഞാനാണ് ആ കൊച്ചിനെ വളർത്തിയത്, 2.5 വയസ്സ് വരെ ഞാൻ വളർത്തിയതാണ്. അവന് കൊച്ചിനെ വേണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതിയായിരുന്നല്ലോ, ഞാൻ ആ കൊച്ചിനെ വളർത്തൂലേ. റംലത്തിന്റെ ഭർത്താവ് 11 വർഷം മുമ്പ് മരിച്ചുപോയി. അതിനുശേഷം റംലത്ത് വലിയ കഷ്ടപ്പാടിലായിരുന്നു. അയൽവക്കത്തുള്ള വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് കുടുംബം പുലർത്തിയത്. മകള് ഡിഗ്രി മർത്താമ കോളേജിൽ ഡിഗ്രി പഠിച്ചു. അല്പം കേൾവിക്കുറവുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് സ്ക്രൈബിന്റെ സഹായത്തിലാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ വാട്സാപ്പിലൊക്കെ ആ കുട്ടി കയറി ഇറങ്ങി സഞ്ചരിച്ചു. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഫൈസ് എന്നയാള്. അയാളായിട്ട് പരിചയപ്പെട്ടു. ഉമ്മ അറിയുന്നില്ല. 6 മാസം ഇവള് ഗർഭവതി ആയപ്പോഴാണ് റംലത്ത് ഇത് മനസ്സിലാക്കിയത്. കുട്ടി പ്രസവിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവര് നിർബന്ധിച്ചപ്പം നിക്കാഹ് നടത്തി. അതിന് മെഹർ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല. അതിന് 3000 രൂപ റംലത്ത് കൊടുത്തു. ഇതിന് ഫയാസിന്റെ സുഹൃത്തും രാഷ്ട്രീയക്കാരനും ഒരാൾ തുടക്കം മുതലേ ഈ കേസ് കെട്ടുകളിൽ ഉണ്ട്. അയാളാണ് മെഹർ വാങ്ങിക്കാനായിട്ട് പൈസ 3000 രൂപ ആ പാവപ്പെട്ട സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച്. നസ്രീന്റെ ഉമ്മ ചുങ്കത്തറ മർത്തോമ കോളേജിലാണ് പഠിച്ചത്. ആ ഫാത്തിമ അവിടെയാണ് പഠിച്ചത്. ഡിഗ്രി ഗ്രാജുവേഷനാണ്. വിദ്യാഭ്യാസവും വിവരമുള്ള കുട്ടിയാണ്. ഏതായാലും പ്രസവ സമയത്ത് കുഞ്ഞും മകളും റംലത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. പ്രസവത്തിന് ശേഷം കൊച്ചു 2 പേരും അവിടെ തന്നെയായിരുന്നു. ഏതായാലും 2 മാസങ്ങൾക്ക് മുമ്പ് ഫായിസ് ഉദിരംപെയിലെ വീട്ടിലേക്ക് കൊച്ചിനെയും കുട്ടിയെയും ഫാത്തിമയെയും നസ്രീനെയും കൊണ്ടുപോയി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിൽ ആയിരിക്കണം ചെയ്തത്. പക്ഷെ അയാൾക്ക് ഈ ഫായിസിനെ ഈ ഭാര്യ ആയിട്ട് ഇവിടെ സ്വീകരിക്കുന്നതിനും തൻ്റെ കുട്ടിയെ വളർത്തുന്നതിനും താല്പര്യമില്ല. അവിടെ പോയ സമയത്ത് കുട്ടിയെ ഈ കുഞ്ഞ് നസ്രത്തിനെ അകാരണമായി ഉപദ്രവിക്കും. അത് റംലത്ത് വല്യമ്മ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ ദേഹത്തെ പരിക്ക് കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ അടുത്ത വീടുകളിൽ പോയി കളിക്കുമ്പോൾ സംഭവിക്കുന്ന ആണ് എന്ന് ഫായിസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതേ സമയത്ത് ഫാത്തിമയെ സംസാരിക്കാൻ അനുവദിക്കത്തുമില്ല. അവൾക്ക് സ്വയമേ അല്പം കേൾവിക്കുറവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവളോട് മിണ്ടിപ്പോരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിനെ എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊല്ലണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭീകരമായിട്ട് അമ്മയും അതുപോലെ കൊച്ചിനെയും അയാൾ മർദ്ദിക്കും. ഇത് രണ്ടും 2 വീട്ടിൽ വെച്ചും മർദ്ദിക്കും. ഒന്ന് കാളികാവ് പോലീസ് സ്റ്റേഷനിലാണ്, ഒന്ന് പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ഇപ്പം കാളികാവ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു പ്ലാൻഡ് മർഡർ തന്നെ, സംശയമൊന്നുമില്ല. കുട്ടിയെയും വേണ്ട, അവനെ വാട്സാപ്പിൽ കൂടി പരിചയപ്പെട്ട് ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്ത് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ കൊല്ലണം. ഗ്രാജുവലായിട്ട് പതുക്കെ അതിനെ പീഡിപ്പിച്ചു, അതിനെ അടിച്ചു.
ആ കുട്ടിയുടെ ദേഹത്ത് പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് പഴക്കമുള്ള ധാരാളം മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കട്ടിൽ വലിച്ചടിക്കുന്നത് ആ കുട്ടിയുടെ ഉമ്മ ഫാത്തിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെയാണ് പോലീസിൽ പറയുന്നത് ഇയാള് അടിച്ചു കൊന്നതാണ്. എങ്ങനെ തോന്നും ഒരു അപ്പനെ സ്വന്തം കുഞ്ഞു കൊച്ചിനെ, സ്വന്തം തൻ്റെ രക്തത്തിൽ പിറന്ന കൊച്ചിനെ കാലെ പിടിച്ച് കട്ടിലിൽ അടിക്കാൻ? അതിദാരുണമായ ഒരു കൊലപാതകമായി. തൽക്ഷണം കൊച്ചു മരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥം കുരുങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. വയസ്സിനെ തുടക്കം മുതലേ ഈ കേസ് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഫാത്തിമയെ ഉപദ്രവിക്കുന്ന കൊച്ചിനെ ഉപദ്രവിക്കുന്നത് റംലത്തിനും ചില സന്ദർഭത്തിൽ തല്ല് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ 2 പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുമായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച ഉപദ്രവത്തിന് അവിടെ കൊടുക്കുമായിരുന്നു. അവരുടെ സ്വന്തം വീടിന്റെ അവിടുത്തെ ഉപദ്രവത്തിന് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. എന്ത് വന്നാലും പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കാളികാവ് പോലീസ് സ്റ്റേഷനും ഈ ഫായിസിനെതിരായിട്ട് ഒരു നടപടി എടുത്തില്ല. കൊച്ചിനെയും തള്ളയെ ഉപദ്രവിച്ചാൽ അതിന് കേസെടുക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് ഇതുപോലൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു. 2 പോലീസിന്റെ അടുത്തും എപ്പോഴും ഒരു ഇടനിലക്കാരൻ രാഷ്ട്രീയക്കാരനുണ്ട്. അയാളാണ് ഫായിസിനെ കൊണ്ട് നടക്കുന്നത്. ഇത് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ഇവനെതിരായിട്ട് കേസെടുത്ത് ഇവനെ തട്ടി അകത്ത് വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് വളം വെച്ച് കിട്ടി കൊച്ചിനെ ഇങ്ങനെ അങ്ങ് കൊന്നാൽ ആരും ചോദിക്കാനില്ല എന്നായിരുന്നു അവന്റെ ധാരണ. ഏതായാലും ഇവന് തൂക്കയർ കൊടുക്കണമെന്നാണ് റംലത്ത് പറയുന്നത്. കാരണം അതിദാരുണമായ കൊലപാതകമാണ് ഇത്. കുഞ്ഞു കൊച്ചാണ്, 2.5 വയസ്സിൽ, പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്ത കുഞ്ഞു കൊച്ച്, പ്രതികരിക്കാൻ ശക്തിയില്ലാത്ത കുഞ്ഞു കൊച്ച്. അത് ഈ 2.5 വയസ്സ് വരെ ധാരാളമായി പരിക്കേറ്റിരിക്കുന്നു ആ കൊച്ചിന്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു തരത്തിലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കുറ്റമല്ല. ചെറുപ്പം മുതലേ ആ കൊച്ചിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് നടക്കാതെ വന്നപ്പോഴാണ് പരിശം പൂണ്ടിട്ട് അതിന്റെ കാലെ പിടിച്ച് കട്ടിൽ അടിച്ചത്. ഇവൻ എന്താ കൊടുക്കേണ്ട? തൂക്കയർ തന്നെ. റംലത്ത് അത് പറഞ്ഞ് വിലപിക്കുന്ന കാണാം നമുക്ക്. ഇയാൾക്ക് തൂക്കയർ തന്നെ കൊടുക്കണം. ഇതൊരു പ്ലാൻഡ് മർഡറാണ്. കൊച്ചുണ്ടായപ്പോ ശേഷം പതുക്കെ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് തന്നെയല്ല ഈ വാട്സാപ്പിൽ കൂടിയാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെടുന്നതെല്ലാം ദുരുദ്ദേശത്തോടെ തന്നെ. അങ്ങനെ 6 മാസം ഗർഭവതിയായപ്പോഴാണ് ഫാത്തിമയുടെ ഉമ്മ റംലത്തിന് ഇത് തൻ്റെ മകള് ഗർഭവതിയാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ആ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടന്നു. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഇടപെട്ടിട്ട് ഈ ഫായിസിനെ കണ്ടു. ആ ഒരു വിവാഹം നടത്തി കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ ഫെബ്രുവരിയിൽ ആ വിവാഹം പ്രസവത്തിന് ശേഷമാണെങ്കിലും നടത്തി കൊടുത്തു. അതിനും കമ്മീഷൻ അതിൻ്റെ ഇടനിലക്കാരൻ രാഷ്ട്രീയക്കാരൻ അതിനടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. മെഹർ വാങ്ങിക്കാനാണ്ട് 3000 രൂപ വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീ 3000 രൂപയും കൊടുത്തു. ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വളരെയധികം നടക്കുകയാണ്. അതിനൊരു പ്രത്യേക ഉദാഹരണമാണ് ഇത്. എത്രയോ കൊച്ചുങ്ങൾ പീഡിപ്പിച്ച് കൊന്നിരിക്കുന്നു കേരളത്തില്. സ്വന്തം അമ്മ കൊല്ലുന്നു, സ്വന്തം അപ്പൻ കൊല്ലുന്നു. എത്ര സംഭവങ്ങളായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടെങ്കിൽ അതിശക്തമായ നടപടി മൂലം നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിസ്സാരമാണെന്ന് പോലീസ് തോന്നരുത്. കുടുംബവഴക്കാണെന്ന് തോന്നരുത്. വിളിച്ചു വരുത്തണം, പോലീസ് ഇടപെടണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ദാരുണമായ കൊലപാതകത്തിന് കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ.